സൗഹൃദ കൂട്ടായ്മയുടെ ഒരു ഫലമാണ് ഞങ്ങളുടെ ഈ മനോഹര ഭവനം. നമ്മളുടെ വീടിന്റെ ലൈറ്റിങ്ങും സംഭവങ്ങളും ഒക്കെ ചെയ്ത ബിജു ചേട്ടനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ. ബിജു 30 വർഷമായിട്ട് ഈ ഇലക്ട്രീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പ്രൈവറ്റ് ആയിട്ടാണ് വർക്കുകൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ സത്യത്തിൽ ഇവിടെ എഞ്ചിനീയർ ജോഷി എൻ്റെ ഒരു സുഹൃത്താണ്. ജോഷിയാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ജോഷിയുടെ സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്താണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വർക്ക് എടുത്ത എല്ലാവരും ഒന്നിച്ചൊരു കൂട്ടായ്മ. നിങ്ങൾ തന്ന സ്വാതന്ത്ര്യം, ഒരു വീടിന് വർക്ക് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ലൈൻറ്റിൻ്റെ സ്വാതന്ത്ര്യം. അവർ നമുക്ക് തരാവുന്ന ഒരു ഫ്രീഡം തരുമ്പോഴാണ് നമുക്ക് കൂടുതലും വർക്ക് നന്നായി ചെയ്യാൻ ധൈര്യം കിട്ടുക. അപ്പോൾ നമ്മൾ നല്ലൊരു സാമ്പാർ കഴിക്കുമ്പോൾ എല്ലാ ചേരുവകളും കൂടണ്ടേ, അതുപോലെ തന്നെ അതിലൊരു ചെറിയ ചേരുവ മാത്രമേ ഞാൻ എല്ലാം കൂടെ കൂടിയപ്പോൾ വളരെ നന്നായി, എനിക്കും വളരെ സന്തോഷമായി. നമ്മൾ ഒരു വീട് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ബ്യൂട്ടി കൊടുക്കുന്നത് അതിൻ്റെ ലൈറ്റിംഗ് ആണ്. ആ വർക്ക് ചെയ്ത ആളാണ് നമ്മുടെ പരിചയപ്പെട്ടതിന് ശേഷം സുഹൃത്തായ ബിജുവിന്റെ ഒഫീഷ്യൽ നെയിം സ്കറിയ എന്നാണ്. അതെ. ഓക്കെ, നമ്മളുടെ ഐസക്കേടിന്റെ വീടിന് അടുത്ത് തന്നെയാണ് ബിജുവിന്റെ വീട്. പിന്നെ നമ്മൾക്കൊരു കുഴപ്പമുണ്ട്, നമ്മൾ ആരെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും. അതുകൊണ്ട് 2022 പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ വരുമ്പോഴെല്ലാം ബിജു ഞങ്ങളെ കാണാൻ വരും. ഞങ്ങൾ എന്താവശ്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിലും ഓടി വരും. അതാണ് സുഹൃത്തുക്കളായിട്ട് നമ്മൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടിയാലത്തെ ഒരു ഗുണം. അപ്പം ഒത്തിരി താങ്ക്സ് ഉണ്ട് വിളിക്കുമ്പോൾ ഓടി വരുന്നതിനും ഈ സുഹൃത്ത് ബന്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിനും. അതെ, നിങ്ങളുടെ സഹകരണത്തിനും രണ്ടും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ബന്ധമാണ്. അതെ, നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും നമുക്ക് പണക്കുന്ന ഇഷ്ടമില്ല. നമ്മളൊരു കുഞ്ഞ് ലൈഫല്ലേ. അതെ. അപ്പൊ അതിൽ മാക്സിമം നമ്മളെല്ലാവരും സ്നേഹിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ് നമ്മുടെ ഒരു നയം. അപ്പം പക്ഷെ അത് ബിജു പറഞ്ഞ പോലെ മ്യൂച്വൽ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ഒരാൾ സ്നേഹിച്ചിട്ടും മറ്റൊരാൾ സ്നേഹിച്ചില്ല നടക്കില്ലല്ലോ. സാധാരണ ഇതിൽ ഇപ്പൊ ഒരു വീടിന്റെ വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ആർക്കിടെക്റ്റിനും ഇല്ലെങ്കിൽ ഇന്റീരിയർക്കും മാത്രമേ ഇതിന്റെ അകത്തൊരു പ്രാധാന്യം കിട്ടുള്ളൂ. പക്ഷെ ഒരു ഇലക്ട്രീഷ്യനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. ഭിത്തി കെട്ടിയ ആൾക്കാരും തറ കെട്ടിയ ആൾക്കാരും ഒക്കെ നമുക്ക് ഇതിൽ പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പലരും അവര് പണി ചെയ്തു പോയി. ചിലരൊക്കെ എനിക്ക് തോന്നുന്ന അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ആൾക്കാരല്ല, അവരെ കൂടെ നമുക്ക് കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബിജു പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് UK-ലാണേലും നാട്ടിലാണേലും ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റിയ കുറേ സൗഹൃദങ്ങളാണ് ഞങ്ങളുടെ മുതൽക്കൂട്ട്. അതിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അംഗമാകാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഈ സൗഹൃദം നമുക്കിനി ഊഷ്മളതയോടെ അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം. വീട് ഇങ്ങനെ പ്രകാശപൂർണമാക്കിയതിന് ഒത്തിരി നന്ദി. അപ്പൊ ഇനിയും മുമ്പോട്ട് ഒത്തിരി വീടുകൾ ഇതുപോലെ പ്രകാശപൂർണമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.